കഴിഞ്ഞ ദിവസമാണ് താൻ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന് ഇരയായ വിവരം ദിയാകൃഷ്ണ പുറത്തു പറയുന്നത്. താരപുത്രിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന 3 പെൺകുട്ടികളാണ് 69 ലക്ഷം രൂപയോളം ദിയയുടെ ബിസിനസ് വഴി തിരിമറി നടത്തി സമ്പാദിച്ചത്. സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ ശേഷം ദിയ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചുവെങ്കിലും പിന്നീട് അവർ ദിയയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ് ദിയയും അച്ഛൻ കൃഷ്ണകുമാറും. മൂവർ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയയും അച്ഛനും ഇവർക്കെതിരെ പോരാട്ടത്തിനിറങ്ങുന്നത്. ഈ സംഭവം പുറത്തു വന്നതിനു ശേഷം കൃഷ്ണകുമാർ ഇവരെ തട്ടിക്കൊണ്ടുപോയെന്നും മകൾ ചേർന്ന് ബലമായി പണം തട്ടിയെടുത്തെന്നും ആരോപിച്ച് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് കൃഷ്ണകുമാറും ദിയയും. ഇവരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും. ഈ മൂവർ സംഘം നൽകിയ പരാതി വ്യാജമാണെന്നും കൃഷ്ണകുമാർ ഇവർക്കെതിരെ നൽകിയ പരാതിക്ക് പകരമായി ജീവനക്കാർ നൽകിയ പരാതിയാണെന്നുമാണ് കൃഷ്ണകുമാർ ഇതിനെതിരെ പ്രതികരിച്ചത്. ശനിയാഴ്ചയാണ് കൃഷ്ണകുമാറും കുടുംബത്തിനുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകിയത്. കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി 5 ലക്ഷം രൂപ ദിയ കൈപ്പറ്റിയെന്നും തട്ടിക്കൊണ്ടുപോയി ഫോൺ തട്ടിയെടുത്തെന്നും മുറിയിൽ പൂട്ടിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞെന്നും ജീവനക്കാർ ആരോപിച്ചിരുന്നു. കവടിയാറിലെ ദിയയുടെ സ്ഥാപനത്തിൽ QR കോഡിൽ തിരിമറി നടത്തി ജീവനക്കാർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും കൃഷ്ണകുമാർ മുൻപ് നൽകിയ പരാതിയിൽ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കൃഷ്ണകുമാറിനും കുടുംബാംഗങ്ങൾക്കുമെതിരെ ജീവനക്കാരികൾ പരാതി നൽകിയത്. എന്നാൽ ഇവർ പറഞ്ഞിരിക്കുന്ന പീഡന പരാതിയും തട്ടിക്കൊണ്ടുപോകലും വെറും കള്ളമാണെന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പരാതിക്കാരായ വിനീതയുടെയും ദിവ്യ ഫ്രാങ്കലിന്റെയും രാധാകുമാരിയുടെയും വാദങ്ങൾ പൊളിച്ചടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ദിയയുടെ കവടിയാറിലെ ഫ്ളാറ്റിൽ ഇരുന്നായിരുന്നു ഇവർ ആദ്യം സംസാരിച്ചിരുന്നത്. എന്നാൽ അവിടെ നിന്നും സംസാരം കൂടിയപ്പോൾ ഫ്ളാറ്റിന്റെ അധികാരികൾ കൃഷ്ണകുമാറുമായി സംസാരിക്കുകയും ഇവിടെ നിന്ന് ബഹളമുണ്ടാക്കരുത്, അത് മറ്റു ഫ്ളാറ്റ് ഉടമകൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കും എന്ന് പറഞ്ഞതിനെ തുടർന്ന് അമ്പലമുക്കിലെ കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്ക് പോവുകയുമായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ മൂവർ സംഘത്തെ ആരും ബലപ്രയോഗത്തിലൂടെ വാഹനത്തിൽ കയറ്റുന്നതൊന്നും കാണാൻ സാധിക്കില്ല. ഇവർക്കൊപ്പം ഇവരുടെ ഭർത്താക്കന്മാരെയും ദൃശ്യങ്ങളിൽ കാണാം. പരാതിയിൽ മൂവർ സംഘം ഉന്നയിച്ചതുപോലുള്ള യാതൊരു പ്രശ്നങ്ങളും വീഡിയോയിൽ കാണാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഇവരുടെ വാദങ്ങളും പൊളിഞ്ഞുവെന്നതാണ് യാഥാർത്ഥ്യം. തെളിവെല്ലാം കൃഷ്ണകുമാറിനും ദിയയ്ക്കും അനുകൂലമായതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷയിലാണ് അച്ഛനും മകളും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.